ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. യെസ് സാറാണ്. അപ്പോൾ മക്കളെ, ഈ ഒരു തമ്പ് കണ്ടിട്ടായിരിക്കും പലരും വന്നിട്ടുണ്ടാവുക അല്ലേ? 10 ദിവസം എന്താ പുതിയ അപ്ഡേഷൻ എങ്ങനെയാണോ? അപ്ഡേഷൻ ഒന്നുമല്ല, പക്ഷേ ഇതൊരു റിമൈൻഡറാണ്. നിങ്ങൾക്ക് ഓണം എക്സാമിന് ഇനി പഠിക്കാനുള്ള ടൈമാണ് 10 ദിവസം എന്ന് പറഞ്ഞിട്ടുള്ളത്. 10 ദിവസങ്ങൾ, നമുക്ക് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ. 10 ദിവസം 10 ഉണ്ടോ എന്നതാണ് ഇനിയുള്ള കൺഫ്യൂഷൻ. അതായത് എങ്ങനെയാണ് ഈ 10 ദിവസം വരുന്നത്? സാർ എന്താ പറയുന്നത്? ഓഗസ്റ്റ് 20 ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അത് ഒഫീഷ്യലായിട്ട് ഒന്നും വന്നിട്ടില്ല. ഓഗസ്റ്റ് 20 എന്നല്ലേ പറയുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് എന്താ ഇനി ഒരു 1 മന്തോളല്ലേ? ഇന്നത്ര 23 ആയിട്ടല്ലേ ഉള്ളൂ. പിന്നെ എന്ത് വിചാരിച്ചിട്ടാണ് സാർ 10 ദിവസം എന്ന് പറയാം? മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് സാർ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു റിമൈൻഡറാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. അതായത് നിങ്ങൾക്ക് ഇനി ഉള്ള ദിവസം, ഐ മീൻ ഒരു 1 മന്ത് ഉണ്ട് എന്ന് വിചാരിക്കും. 1 മന്ത് ഇല്ല, ഇന്നിപ്പോൾ 23 ആയി. അടുത്ത 20 വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 27ഓളം ദിവസങ്ങൾ അത്രയൊക്കെ നമുക്ക് കൂട്ടാനുള്ളൂ. റെഡി? എന്നാലും നിങ്ങളൊരു 30 ഡേയ്സ്, ഒരു 1 മന്ത് തന്നെ എടുത്തോ. ഈ 1 മന്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കാൻ എത്രത്തോളം ടൈം നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു മാസം ഒരു ശനിയും ഒരു ഞായറുമാണ്. റെഡി? ഒരു ശനി ഒരു ഞായറും വെച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു മന്ത്ലി നമ്മൾ 4 വീക്ക് എടുക്കുകയാണെങ്കിൽ അതിലെന്താണ് 4 സാറ്റർഡേ 4 സൺഡേ കിട്ടും. ഒരു 8 ദിവസം അവിടെ. ഓക്കെ. പിന്നെ ഈ ഒരു മാസം, അതായത് നമ്മുടെ ഓണം എക്സാം ആകുമ്പോഴേക്കും ഓഗസ്റ്റ് 20 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കൂടിപ്പോയാൽ, നമുക്കിപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന പബ്ലിക് ഹോളിഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓഗസ്റ്റ് 15 വരുന്നുണ്ട്. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഡേ തന്നെ വരുന്നുണ്ട്. അതല്ലാതെ മറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഓക്കെ, നമുക്ക് എന്താ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് ആയിട്ടോ അല്ലെങ്കിൽ എന്താ ഒരു ഇപ്പം ഈ മഴേൻ്റെ ഒക്കെ അവധികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ അങ്ങനെയും കൂട്ടിക്കോ. ഒരു 2 3 നിങ്ങൾ കൂട്ടിക്കോ. 2 3 കൂട്ടിക്കോ. എത്ര വരും ടോട്ടൽ? കൂടിപ്പോയാൽ 11 എടുക്കല്ല, 10 എടുക്കുക റൗണ്ട് ചെയ്തിട്ട്. ഓക്കെ, ബാക്കോട്ട് റൗണ്ട് ചെയ്ത് 10 എടുത്ത് നോക്കൂ. കണ്ടോ? കൂടിപ്പോയാൽ നിങ്ങൾക്ക് എത്ര ദിവസങ്ങളെ ഒരു ലീവൊക്കെ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 10 ദിവസങ്ങളേ ഉള്ളൂ. ഓക്കെ, അത് തന്നെ നമ്മളൊന്ന് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുത്തതാണ്. ശരിക്കും ഇത് കറക്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 10 ഉണ്ടാവില്ല. ഐ മീൻ ഒരു ലീവ് ദിവസം കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നന്നായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാലുള്ള നൈറ്റ് എന്ന് പറയുന്ന ടൈമും റെഡി അല്ല, എത്രത്തോളം പേർക്ക് നന്നായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഐ മീൻ എന്താ ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് മറ്റെന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈവുകളോ കാര്യങ്ങളൊക്കെ കാണാനുണ്ടാവും. പഠിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം ടൈം കിട്ടുന്നുണ്ട് ആ ഒരു സ്കൂളിൽ പോയി വരുന്ന ഒരു വർക്കിംഗ് ഡേയ്സിലൊക്കെ? പഠിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കൊരു ലീവ് കിട്ടുന്ന ദിവസമാണ്. പക്ഷെ ആ ലീവ് കിട്ടുന്ന ദിവസങ്ങളും പലർക്കും എന്താണ് പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റെഡി? ഈ 10 ദിവസത്തിൽ നമ്മൾ പറഞ്ഞതിൽ പല വർക്കുകളും ഉണ്ടാവും പല ആൾക്കാർക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് എത്രത്തോളം ടൈം നിങ്ങളുടെ മുന്നിലുണ്ട് നന്നായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എത്രത്തോളം ബാക്ക്ലോഗുകളുണ്ട്, തീർക്കാൻ എത്രത്തോളം ബാക്കിയുണ്ട്. നിങ്ങൾ എത്രത്തോളം മുന്നിലാണ്, പഠിച്ച് നിങ്ങൾ എത്രത്തോളം എത്തിയിട്ടുണ്ട്. ഈ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓണം എക്സാമിനേക്ക് വേണ്ടി? മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഈ കാര്യങ്ങളൊക്കെ. ഇതിനനുസരിച്ച് വേണം മക്കൾ മുന്നോട്ട് പോകാൻ. അതാ സാറ് പറഞ്ഞത്, ഒരു റിമൈൻഡറാണ്. അത്രത്തോളം സീരിയസ് ആയിട്ട് തന്നെ മക്കൾ കാണുക. നിങ്ങൾ വിചാരിക്കും ഓണം എക്സാം അല്ലേ, ആദ്യത്തെ എക്സാം അല്ലേ, കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നതും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള എക്സാമാണ് നമ്മൾ ആദ്യത്തെ ക്വാർട്ടർലി എക്സാം, ഓണം എക്സാം. അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കൂ. കുറച്ച് കാര്യങ്ങളല്ലേ, നന്നായിട്ട് ഇരുന്ന് പഠിച്ചു നോക്കൂ. നല്ല മാർക്കിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കൂ. നിങ്ങൾ അറിയാതെ നിങ്ങൾക്കുള്ളൊരു കോൺഫിഡൻസ് കയറും. ഈ വർഷത്തേക്കുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കും അത്. ഈ തുടക്കം തന്നെ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഈ വർഷം നിലനിൽക്കും, കണ്ടിന്യൂസ് ആയിട്ട് പോകും. ക്രിസ്മസ് എക്സാമിനായാലും മോഡൽ എക്സാമിനായാലും പബ്ലിക് എക്സാം കഴിയുന്നവരെ നിങ്ങളുള്ളിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിട്ടുണ്ട്, ഇനിയും കിട്ടും എനിക്ക് മാർക്ക്, ഇതിലും കൂടുതൽ എനിക്ക് വാങ്ങാൻ പറ്റും എന്ന കോൺഫിഡൻസ് മക്കൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് വരാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ് നമ്മൾ ഓണം എക്സാം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ടൈം ഓർത്ത് വയ്ക്കുക. ആ ഒരു ടൈം യൂസ് ചെയ്യത്തക്ക രീതിയിൽ മക്കൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. നല്ല മാർക്ക് നമുക്ക് വാങ്ങണം. സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്കിനി കുറച്ച് ടൈം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യാം. നമുക്കറിയാം ഈ കുറച്ച് ടൈമിൽ നമ്മൾ പഠിക്കേണ്ടത് അപ്പം അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആയിരിക്കണം. റെഡി? നമ്മളത് അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള
ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബാച്ചിലൊക്കെ ചെയ്യാൻ പോവാണ്. യെസ്, നമ്മുടെ വൺ ഷോട്ടും കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ സെഷൻസും ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ സെഷൻസും അതുപോലെ എല്ലാം നമ്മൾ ചെയ്യാൻ പോവാണ്. റെഡി? അപ്പോൾ അതൊന്നും മിസ്സാക്കാൻ പാടില്ല മക്കൾ. സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കൃത്യമായിട്ട് ദിവസങ്ങളും ടൈമൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. സോ അതിൽ നിന്നും മക്കൾ ഡൈവേർട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. സാർ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടട്ടെ. നല്ല മാർക്കൊന്ന് വാങ്ങി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വർഷത്തേക്കുള്ളൊരു കോൺഫിഡൻസാണ് നമുക്ക് ഈ തുടക്കം തന്നെ കിട്ടാൻ പോകുന്നത്. യെസ്, അതിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഓണം എക്സാമിൻ്റെ പരിപാടീസൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക. നല്ല മാർക്ക് അങ്ങോട്ട് വാങ്ങുക, അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മളെ ദിവസങ്ങളെ ഒന്നും മറന്നു വേണ്ട, കുറച്ച് സമയം മുന്നിലുള്ളൂ. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ബൈ.